How my hair went from this to this എന്ന് എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദ ഫസ്റ്റ് റീസൺ ഈസ് എൻ്റെ അമ്മയ്ക്ക് നിറയെ മുടി ഉള്ളതുകൊണ്ട് എനിക്കും നിറയെ മുടി വളരുന്നുണ്ട്. ബട്ട് എത്രയൊക്കെ മുടി ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ മുടിനെ കെയർ ചെയ്തില്ലെങ്കിൽ അത് വളരില്ല. സോ ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രൊഡക്ട്സ് ആണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. എൻ്റെ ഹെയർ കെയർ ജേണിയിൽ ഞാൻ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത് ഈ ഒരു ഓയിലിനാണ് കേട്ടോ. കാരണം ഇതെന്നെ അത്രയും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സോ ഇത് ഞാൻ 6 years ആയിട്ട് യൂസ് ചെയ്തുകൊണ്ട് വരുന്നൊരു ഓയിലാണ്. ഞാൻ പണ്ടൊക്കെ നൈറ്റ് ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം മോർണിംഗ് ഇത് വാഷ് ചെയ്യും. ഇപ്പോൾ ഞാൻ 2 years ആയിട്ട് ഹെയർ വാഷ് ചെയ്യണത് ആൾട്ടർനേറ്റീവ് ഡേയ്സിലാണ്. സോ ഞാനിത് മസാജ് ചെയ്തതിന് ശേഷം ഹെയർ വാഷ് ചെയ്യും. അങ്ങനെയാണ്. ഇതിന് പ്രത്യേകിച്ച് റൊട്ടീനായിട്ട് ഞാൻ ഫോളോ ചെയ്യുന്നൊന്നുമില്ല. അതേപോലെ ഹെയർ കെയറിൽ എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ് നമ്മളുടെ കോംബ്. നമ്മൾ എത്രത്തോളം പ്ലാസ്റ്റിക് ആയിട്ടുള്ള കോമ്പുകൾ യൂസ് ചെയ്യുന്നോ അത്രത്തോളം നമ്മുടെ ഹെയറിന് ഡാമേജ് വരാനുള്ള ചാൻസ് ഉണ്ട്. സോ നിങ്ങൾ എപ്പോഴും ഒരു വുഡൻ കോംബ് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പണ്ടൊക്കെ എൻ്റെ ഹെയർ ഭയങ്കര ഫ്രിസി ആയിരുന്നു കേട്ടോ. അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനും ഭയങ്കര പാടാണ്. കാരണം ഞാൻ തന്നെയാണ്. ഞാൻ ഈ കണ്ടീഷണർ എന്ന് പറഞ്ഞൊരു സാധനം ഞാൻ യൂസ് ചെയ്യാറില്ല. സോ ഇപ്പോൾ കണ്ടീഷണറും മാസ്കൊക്കെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഓക്കെ ആയി. ഈ മാസ്കിന് വേണ്ടി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല. പക്ഷേ ഇറ്റ്സ് എ ഗുഡ് മാസ്ക്. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഇതിന് മുമ്പ് ഞാനൊരു മാസ്ക് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു പിൽഗ്രിമിൻ്റെ. പക്ഷേ അതിനേക്കാൾ ഗുഡ് റിസൾട്ടാണ് ഇത് തരുന്നത്. ഹെയർ വാഷ് ചെയ്ത് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ഹെയർ റഫ് ആവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു സെറം അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം നമ്മുടെ സ്കാൽപ്പൊന്നും ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു സെറമാണ് കേട്ടോ. സോ അതിൽ നിന്ന് ഞാൻ ഇതിലോട്ട് സ്വിച്ച് ചെയ്തിട്ട് 1 month ആയി. ആൽമണ്ട് ഓയിൽ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ നല്ലതാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് സ്വിച്ച് ചെയ്തത്. ഞാൻ യൂസ് ചെയ്യുന്ന ഷാംപൂ അതുപോലെ കണ്ടീഷണറൊന്നും കാണിച്ചിട്ടില്ല. അത് വേറെ ഏതുമല്ല, ഡോവിൻ്റെ ഷാംപൂവും അതുപോലെ തന്നെ കണ്ടീഷണറും ഡോവിൻ്റെയാണ് യൂസ് ചെയ്യുന്നത്. ഇനി എപ്പോഴെങ്കിലും ചേഞ്ച് വരികയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഇതിൻ്റെ ഒപ്പം തന്നെ ഹെൽത്തി ഫുഡ്സ് കഴിക്കുന്നതും വെള്ളം കുടിക്കുന്നതൊക്കെ മെയിൻ ഫാക്ടറാണ് കേട്ടോ. അതാരും മറക്കരുത്. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഗായ്സ്, ബൈ.